ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ ദക്ഷിൺ നേഴ്സറിയിൽ. അപ്പം ഞാനും ദക്ഷൂട്ടനും ഏടനും കൂടെ ഒരുങ്ങി കെട്ടി പോയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ദക്ഷു നേഴ്സറിയിലൊന്നും പോയില്ലായിരുന്നു കേട്ടോ. വൈകിട്ടാണ് അവിടെ ചെന്ന് കയറിയത്. അപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദക്ഷുവിൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേരൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും റെഡ് ക്യാപ്പൊക്കെ ഇട്ട് എല്ലാവരും സുന്ദരികളും സുന്ദരക്കുട്ടന്മാരൊക്കെ ആയിട്ട് ഒരുങ്ങിയിരിക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ ചെന്നോണ്ട് തന്നെ ദക്ഷുവിനാണെങ്കിൽ അവരോടൊക്കെ ഒന്ന് കണക്റ്റ് ആവാനായിട്ട് ഇത്തിരി സമയം എടുത്തു കേട്ടോ. ദക്ഷു ഭയങ്കര നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. ദക്ഷുവിൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനെ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും ടീച്ചറും കൂടി അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ദക്ഷുവാണ് എൻ്റെ അടുത്തൊന്നും മാറത്തേയില്ല. ഞാൻ അവസാനം പറഞ്ഞു, ദക്ഷു നീ പോയി ഒരു ബലൂണൊക്കെ എടുത്തിട്ട് വാന്ന് പറഞ്ഞു. ദക്ഷു അപ്പോഴത്തേക്ക് പോയി ഒരു ബലൂണൊക്കെ എടുത്തിട്ട് വന്നു. എന്നിട്ട് എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ താണ്ട് നമ്മുടെ ടീച്ചറാണ് കേട്ടോ അത്. അപ്പോൾ ടീച്ചർ താണ്ട് ഇവരെ എല്ലാവരും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അടുത്ത കേക്ക് കട്ടിങ് ആണേ. അങ്ങനെ നമ്മൾ താണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ അമ്മയെക്കുട്ടിയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെയൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് അവർക്ക് എല്ലാവരുടെ അവരുടെ പേരൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു വരാനൊക്കെ ആയിട്ടൊരു മടി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മമാരുണ്ടെങ്കിൽ പിന്നെ ഇത്തിരി മടിയാണല്ലോ. അമ്മമാരെടുത്ത് നമ്മൾ മാറത്തില്ലല്ലോ. എൻ്റെ മോനാണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആരെടുത്തും പോയതുമില്ല, എൻ്റെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ താണ്ട് എന്തായാലും അമ്മയെക്കുട്ടിയുടെ ക്യാപ്പൊക്കെ തറയിൽ വീണു കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ധൃതിയിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. എന്തായാലും ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ എന്തായാലും ഈ 2024 താണ്ട് തീരാൻ പോവാണ്. ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ കേട്ടോ. സത്യം പറയാലോ, ഈ ഒരു വർഷം എങ്ങനെ കടന്നു പോയെന്ന് അറിയാൻ പോലും വയ്യ. അത്രയ്ക്ക് സ്പീഡിനാണ് കടന്നു പോയത്. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് ഓർമ്മകളും കുറച്ച് സന്തോഷങ്ങളും നിറഞ്ഞ കുറേ ദിവസങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ 2024. എന്തായാലും നമ്മൾ താണ്ട കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എന്തായാലും കേക്കൊക്കെ താണ്ട് കഴിക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന കാര്യത്തെ പറ്റിയും പിന്നെ നമ്മൾ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിരുന്നു കേട്ടോ. ഞാനും ഈ പറയുന്ന കണക്ക് വൈകിട്ടാണ് പോയത് കേട്ടോ മീറ്റിങ്ങിനൊക്കെ. പക്ഷേ എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും ടീച്ചർ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ടീച്ചർ എന്തുണ്ടെങ്കിലും നമ്മൾ അഥവാ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയില്ലെങ്കിൽ പോലും ടീച്ചർ നമ്മൾ ഫോണിൽ വിളിച്ച് നമ്മളെ ഇൻഫോം ചെയ്യും. വിനീത ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് അറിയും കേട്ടോ നേഴ്സറിയിൽ. പിന്നെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ആക്റ്റീവായിട്ട് നിൽക്കാനൊക്കെ. അങ്ങനെ എന്തായാലും കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കുവാണ് കേട്ടോ. ഇത് ദക്ഷുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എനിക്ക് പേരൊന്നും അത്ര അറിയത്തില്ല കേട്ടോ എല്ലാവരുടെയൊക്കെ. കുറച്ച് പേരുടെ പിന്നെ അമ്മയെ എനിക്ക് നല്ലതുപോലെ അറിയാം കേട്ടോ. ഞാൻ ആദ്യം വന്നപ്പോൾ തൊട്ടേ എനിക്ക് അമ്മയെ നല്ല പരിചയമാണ്. അതുകൊണ്ടാണ് കേട്ടോ അമ്മയുടെ പേര് പറയുന്നത്. ആരും വേറൊന്നും വിചാരിക്കല്ല കേട്ടോ. എന്തായാലും നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള ധൃതിപ്പാടിലാണ് കേട്ടോ. അപ്പം ഞാനും കേക്ക് കഴിച്ചോട്ടെ. അടുത്ത കൈ വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റൊക്കെ കൈമാറുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ കുട്ടിയുടെ പേരും എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും എല്ലാവരും ഗിഫ്റ്റൊക്കെ കൈമാറി. കുട്ടികൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോഴാണെങ്കിലും അവർക്ക് പുതിയൊരു ഗിഫ്റ്റ് കിട്ടുമ്പോഴാണെങ്കിലും അവരുടെ മുഖത്തൊരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ദക്ഷുവിൻ്റെ ഫ്രണ്ട് വന്നില്ലായിരുന്നു കേട്ടോ ആള്. അങ്ങനെ നമ്മൾ എന്തായാലും ദാണ്ടെ ദക്ഷുവിനെ കിട്ടിയത് ദാണ്ടെ ഈ കുട്ടിക്കായിരുന്നു കേട്ടോ. ദക്ഷുവിനെ കരഞ്ഞു വിളിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ദാണ്ട് എന്തായാലും അവർ ട്വിൻസാണ് കേട്ടോ. അപ്പം അവർ രണ്ടുപേരും ഗിഫ്റ്റ് കൊടുത്തു. അപ്പം നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് വേറൊരു കുട്ടിക്കായിരുന്നു. എനിക്ക് പേരൊന്നും ആരുടെ അറിയത്തില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ ഞാനും ദക്ഷുവും ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ച ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫയർ എഞ്ചിൻ്റെ എന്തുവായിരുന്നു വാങ്ങിച്ചത്? ഫയർ ട്രക്കായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ച് നമ്മളെല്ലാവരും വീട്ടിലോട്ടൊക്കെ പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയതാണ്ട് ഈ ബൊമ്മക്കുട്ടിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ.